ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരു അവധി ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സജീവമായ ഒരു ആഴ്ചയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനുള്ള ഒരു ഒരുക്കത്തിലും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അതിനിടയിൽ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഒന്ന് പരിശോധിച്ച് പോകാം. അപ്പോൾ ഇന്നത്തെ വാർത്താ ദിനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ ഒരുപക്ഷെ നിർണായകമാകേക്കാവുന്ന ഒരു ദിവസമായി മാറും എന്നുള്ളതാണ്. നമുക്കറിയാം, PM ശ്രീ പദ്ധതിയിൽ ഉടക്കി നിൽക്കുകയാണ് CPIയും CPMും എന്നുള്ളത്. ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ CPI കടന്നേക്കാം എന്നുള്ള ചില സൂചനകളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്തായാലും വളരെ നിർണായകമായ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ ചേരുകയാണ്. അപ്പോൾ ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നത് അടക്കമുള്ള കടുത്ത നീക്കത്തിലേക്ക് കടന്നേക്കാം എന്നുള്ള സൂചന മുന്നിലുണ്ട്. അതേസമയം തന്നെ CPIയെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുവാൻ വേണ്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒരേ വേദിയിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരാൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം പ്രധാനമായും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് അതിശക്തമായ മഴ ഇന്നും തുടരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം. അപ്പോൾ ഇതടക്കം ഒരുപാട് വാർത്തകൾ കാത്തിരിപ്പുണ്ട്. നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ട്. PM ശ്രീയിലെ കമ്മ്യൂണിസ്റ്റ് തർക്കത്തിൽ പരിഹാരം കാണാൻ പാർട്ടി നീക്കങ്ങൾ ഊർജിതം. CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ആലപ്പുഴയിൽ നിർണായക CPI എക്സിക്യൂട്ടീവ് യോഗവും. പുന്നപ്ര വയലാർ വാർഷിക വേദിയിൽ പിണറായിയും ബിനോയ് വിശ്വവും ഇന്ന് ഒന്നിച്ച്. മുഖ്യമന്ത്രിയുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കാൻ CPI ആലോചന. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4:15 ഡൽഹിയിൽ. ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം സംസ്ഥാനങ്ങളിലും SIR ഉണ്ടാകും. വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന് കേരളം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇടിമിന്നൽ സൂക്ഷിക്കണം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മൺദ ചുഴലിക്കാറ്റ് നാളെ തീരത്തേക്ക്. ഒഡീഷ, ആന്ധ്ര തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ഗൃഹനാഥന്റെ ദാരുണാന്ത്യത്തിലേക്ക് വഴിവെച്ച അടിമാലി കൂമ്പംപാറ മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന നടത്തും. ജിയോളജി, റവന്യൂ, PWD ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം. വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. SIT നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ വെളിച്ചത്തിൽ. തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് സാധ്യത. കരൂർ TVK റാലിക്കിടയിലെ ആൾക്കൂട്ട ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ വിജയ് ഇന്ന് കാണും. കൂടിക്കാഴ്ച മഹാബലിപുരത്ത്. മരിച്ചവരുടെ ബന്ധുക്കളെ ബസ്സുകളിൽ റിസോർട്ടിലെത്തിച്ചു. ഓരോ കുടുംബത്തെയും നേരിട്ട് കണ്ട് സംസാരിക്കും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ OJ ജനീഷ് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായ സാഹചര്യത്തിൽ ചുമതല കൈമാറുക ദേശീയ അധ്യക്ഷൻ. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലും ചുമതലയേൽക്കും. ഇപ്പോൾ നമുക്ക് എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കാം. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ TVK അധ്യക്ഷൻ വിജയ് ഇന്ന് കാണും. മഹാബലിപുരത്ത് റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. 38 കുടുംബങ്ങൾ ചെന്നൈയിലെത്തി. 10 മണിയോടെയാകും വിജയ് റിസോർട്ടിൽ എത്തുക. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. വിജയെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. വിജയ് കാരണമാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായത് എന്നുള്ള വലിയ വികാരം ആ കുടുംബാംഗങ്ങളൊക്കെ ആ ദുരന്തത്തിന് പിന്നാലെ പ്രകടിപ്പിച്ചതും വിജയിനെ കണ്ടാൽ ഞങ്ങൾ ചെരുപ്പൂരി എറിയുമെന്നൊക്കെ പറഞ്ഞതും അത്തരത്തിൽ വൈകാരികമായ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്.
അതിനുശേഷം വിജയ് ധനസഹായം അടക്കം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ഓരോ കുടുംബത്തെയും. പക്ഷെ അപ്പോഴും ഈ റിസോർട്ടിലേക്ക് എത്താൻ മടിച്ചു നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ ജയ്? ആര്യ, ഇതിൽ ഭൂരിഭാഗം കുടുംബങ്ങളെയും TVK അധികൃതർ അവർ ഇപ്പോൾ അനുനയിപ്പിച്ച് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിലെ വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. TVK പറയുന്നതനുസരിച്ച് 38 കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. 2 കുടുംബങ്ങൾ വിമാനമാർഗം ചെന്നൈയിൽ എത്തുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബം മാത്രമാണ് നിലവിൽ വിട്ടുനിൽക്കുന്നതെന്നാണ് TVK വ്യക്തമാക്കുന്ന കാര്യം. എന്നാൽ ഇന്ന് ചടങ്ങ് തുടങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ എത്രത്തോളം ആയിരിക്കും എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് 10 മണിയോടെയാകും വിജയ് ഈ കുടുംബാംഗങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ 38 കുടുംബങ്ങളും നിലവിൽ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ കരൂരിൽ ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്ത് എല്ലാവരെയും കാർ മാർഗം എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ബസ് വഴിയാണ് ഇവരെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. ഇവരെ ബസ് മാർഗം ചെന്നൈയിലേക്ക് ഇന്നലെ തന്നെ എത്തിക്കുകയും ചെയ്തിരുന്നു. 2 കുടുംബങ്ങൾ ഇന്ന് എത്തുമെന്നാണ് TVK അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. 10 മണിയോടെ വിജയ് റിസോർട്ടിൽ എത്തുകയും ആദ്യം ഈ ഒരു പൊതുചടങ്ങായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ അറിയിച്ചത് പ്രകാരം ആദ്യം വിജയ് കുടുംബാംഗങ്ങളെ റൂമിലെത്തി കണ്ടതിന് ശേഷമായിരിക്കും പൊതുചടങ്ങെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഈ റിസോർട്ടിനകത്തുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിൽ ഇവർ ഒരു പൊതുചടങ്ങ് സംഘടിപ്പിക്കും. വിജയ് ഇവിടെ എത്തി പൊതുവായിട്ട് പാർട്ടി പ്രവർത്തകരോടും അതുപോലെ തന്നെ ഈ കുടുംബങ്ങളോടും സംസാരിക്കും. അതിനുശേഷം ഈ മരിച്ച 41 പേർക്ക് ഒരു സ്മരണ എന്നോണം മെഴുകുതിരി കത്തിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വിജയ് ഈ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി ചെന്ന് കാണുന്നത് ഉൾപ്പെടെ ഉണ്ടാവുക. ഇവർക്ക് വേണ്ടി 50 റൂമുകളാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് വിവരം. വിജയ് ഈ ഓരോ മുറിയിലും എത്തി ഇവരെ കാണുകയും ചെയ്യും. അതിനുശേഷം ഉച്ച സമയത്ത് വിജയ്ക്കൊപ്പം ഇവർ ഉച്ചഭക്ഷണവും കഴിക്കും. ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി എല്ലാ പരിപാടികളും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് TVK ലക്ഷ്യമിട്ടിട്ടുള്ളത്. നിരവധി TVKയുടെ നിരവധി പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 TVKയുടെ ജില്ലാ ഘടകങ്ങൾക്കാണ് ഈ ചടങ്ങിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. കരൂരിന് പുറമെ കോയമ്പത്തൂർ അതുപോലെ തന്നെ ഈരോട് ജില്ലകളിലുള്ള പ്രതിനിധികൾക്കും ഈ പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. ഇന്ന് ഇവരെ കണ്ടതിന് ശേഷമായിരിക്കും വിജയുടെ ഇനി അടുത്ത പൊതുചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തീരുമാനിക്കുക. അതിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ എന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. എങ്ങനെയായിരിക്കണം യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഒരു പ്രത്യേക ഒരു ഡേറ്റ് പറയാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ വിജയുടെ ഇനി യാത്ര തുടരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്റിങ്ങിന് ശേഷമായിരിക്കും അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് ഒരു പൊതു ചടങ്ങിനെത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇന്നത്തെ മീറ്റിങ്ങിനുണ്ട്. അതിനുശേഷം വിജയ് ഒരു തവണ ഓൺലൈനായിട്ട് ഒരു വീഡിയോ വഴി ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതല്ലാതെ മറ്റൊരു പൊതുപരിപാടിക്ക് പോലും വിജയ് വന്നിട്ടില്ലായിരുന്നു. വിജയ് വീട്ടിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. വീട്ടിലും അതുപോലെ തന്നെ ഈ പാർട്ടി ഓഫീസിലും ചെന്നൈയിലുള്ള ഓഫീസിലും മാത്രമാണ് വിജയ് എത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ മറ്റൊരിടത്തും വിജയ് പോയിരുന്നില്ല. ഈയൊരു ചടങ്ങാണ് വിജയ് ആ കരൂർ ദുരന്തത്തിന് ശേഷം പങ്കെടുക്കുന്ന ഒരു ആദ്യമായി ആ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊതുമധ്യത്തിലേക്ക് വിജയ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വിജയിയെ സംബന്ധിച്ച് അത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ കുടുംബാംഗങ്ങളെ അത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട് വിജയ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കുടുംബാംഗങ്ങളെയൊക്കെ നേരിട്ട് പോയി ആ വീടുകളിൽ പോയി കാണുക എന്ന് പറയുന്നത് വിജയിയെ പോലൊരു താരത്തെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ അല്ല എന്നതാണ് സാഹചര്യം. അതെല്ലാവർക്കും മനസ്സിലാകും. അത്തരം വിഷയങ്ങളെല്ലാം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപക്ഷെ വീഴ്ചകൾ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് തൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, താൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എത്തിയത് എന്നത് ഒക്കെ ഇന്ന് കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് വിജയ് വിശദീകരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ വിജയ്ക്ക് മേലുള്ള തെറ്റിദ്ധാരണകൾ, ആ കുടുംബത്തിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ ഒരുപക്ഷെ ഇന്നത്തോടുകൂടി മാറിയേക്കാം, അല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് കരൂരിലെത്തി കാണാൻ സാധിക്കാത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വിജയ് കുടുംബാംഗങ്ങളോട് പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരൂരിലെത്താൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ ഈ ദുരന്തത്തിൻ്റെ ദിവസം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെല്ലാം കുടുംബാംഗങ്ങളോട് പറയും എന്ന് തന്നെയാണ് TVK അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. വിജയ് ആദ്യം നേരിട്ട് ചെന്ന് ഈ കുടുംബാംഗങ്ങളെ കാണാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക അപേക്ഷ
അപേക്ഷ ഉൾപ്പെടെ തമിഴ്നാട് DGPക്ക് നൽകിയിരുന്നു. എന്നാൽ DGP ഇത് അംഗീകരിച്ചിരുന്നതാണ്. DGP ഇത് പറഞ്ഞത് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ ഇത് ജില്ലാ അധികൃതരോടാണ് ബന്ധപ്പെടേണ്ടത്, അവരിൽ നിന്നാണ് അനുമതി തേടേണ്ടത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം വിജയും അതുപോലെ തന്നെ TVK അധികൃതരും എന്നാൽ കരൂർ ജില്ലാ പോലീസ് മേധാവികളോടും അതുപോലെ തന്നെ മറ്റ് അധികൃതരോടും എന്നാൽ ബന്ധപ്പെട്ടിരുന്നില്ല. ഈയൊരു മീറ്റിംഗ് നടത്തിയാൽ ഉണ്ടായേക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതെന്തെങ്കിലും മറ്റ് വലിയ വിവാദത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഭയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കരൂരിലെത്തി വിജയ് ഈ കുടുംബാംഗങ്ങളെ കാണാനുള്ള ഒരു നീക്കം അത് അവസാനിപ്പിച്ചുകൊണ്ട് ഇവരെ ചെന്നൈക്ക് അടുത്തുള്ള മഹാബലിപുരത്ത് എത്തിച്ച് ഈ സ്വകാര്യ റിസോർട്ടിൽ വെച്ച് കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നെന്തായാലും 10 മണിയോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TVK വൃത്തങ്ങളും സൂചിപ്പിക്കുന്ന വിവരം അതാണ്. ഇന്നത്തെ ഈ പൊതുപരിപാടിയിൽ വിജയ് ഇനി അടുത്ത പാർട്ടി പ്രവർത്തനങ്ങൾ ഏത് വിധമാകും, ഇനി എപ്പോഴായിരിക്കും പൊതുമധ്യത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ ഒരു ആകാംക്ഷ. അതുൾപ്പെടെയാണ് ഈ എതിരാളികളടക്കം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ്. അതുമാത്രമല്ല വിജയുടെ സിനിമ ജനനായകൻ അത് റിലീസിനൊരുങ്ങുകയാണ്. ഈ പൊങ്കൽ റിലീസായിട്ട് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഉൾപ്പെടെ വിജയ്ക്ക് എന്തായാലും പുറത്തിറങ്ങിയേ മതിയാകൂ. അപ്പോൾ അതുൾപ്പെടെ വിജയ് ഇനി പൊതുമധ്യത്തിൽ വരുന്നത് കൂടുതൽ വിജയുടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ഇന്നത്തെ ഈ ചടങ്ങിനിടയിൽ വിജയ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ആരാധകരും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ വിജയുടെ പാർട്ടി എതിരാളികളും ഉൾപ്പെടെ നോക്കിക്കാണുന്ന ഒരു കാര്യം. യെസ്, അജയ് സുധാ ബിജുവാണ് വിവരങ്ങളുമായി ചേർത്തത്. എന്തായാലും വിജയ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കാൻ ഒരുങ്ങുകയാണ്. മഹാബലിപുരത്താണ്, റിസോർട്ടിലാണ് ഈ യോഗം നടക്കുന്നത്. രാവിലെ 7:30 ഈ യോഗ പരിപാടികളെല്ലാം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPM-ഉം CPI-യും തമ്മിൽ കനത്ത തർക്കം തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM. ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ആലപ്പുഴയിൽ നിർണായക CPI എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. ഇന്നത്തെ CPI എക്സിക്യൂട്ടീവിന് മുൻപ് പ്രശ്നം തീർക്കാനായിരുന്നു ശ്രമം. പുന്നപ്ര വയലാർ സമരവാർഷിക വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒന്നിച്ചെത്തുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജരും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. VV അരുണുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കടുത്ത നടപടികളിലേക്ക്, ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് പോലും CPI കടന്നേക്കുമെന്നുള്ള ചില സൂചനകൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏത് വിധേനയും CPI അനുനയിപ്പിക്കുക, ഒപ്പം നിർത്തുക, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ലേ CPM-ന്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ചേരാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാന അജണ്ടയാകാൻ പോകുന്നത് ഈ CPI-യെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് ആയിരിക്കില്ലേ? ആര്യ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ 79ാമത് വാർഷികം. ആ ദിവസത്തിലാണ് വലിയൊരു പ്രതിസന്ധി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന മുന്നണി, ഇടതുമുന്നണി, സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. 45 വർഷമാകുള്ള ചരിത്രമുള്ള ഒരു മുന്നണിയാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണി ഇത്രയും വർഷം നേരിടാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. 3ാം തുടർഭരണം ലക്ഷ്യമിട്ടുള്ള യാത്രയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ CPM-ഉം CPI-യുമായി വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് തീർത്തും നയപരമായ ഒരു വിഷയമാണെന്നത് കൂടിയാണ് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ, PMC പദ്ധതിയുടെ ഭാഗമായാൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ അതേപടി നടപ്പാക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാകുമെന്ന വിമർശനം ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ CPI-യുടെ ദേശീയ നേതൃത്വവും എടുത്ത നിലപാട് സംസ്ഥാന നേതൃത്വവും അതേ തീവ്രതയോടുകൂടി സംസ്ഥാനത്തും പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും PMC മറികടക്കാൻ നിയമവഴിയെങ്കിൽ നിയമവഴി എന്ന തീരുമാനമായിരുന്നു സംസ്ഥാന മന്ത്രിസഭാ യോഗം അടക്കമെടുത്തത്. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു PMC പദ്ധതിയിൽ ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തെ ഇരുട്ടു നിർത്തിക്കൊണ്ട് മുന്നണിയിലെ ഘടകകക്ഷികളെ, പാർട്ടികളെ ഇരുട്ടു നിർത്തിക്കൊണ്ട്, എന്തിനേറെ പറയുന്നു, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഇത് അറിഞ്ഞത്, മന്ത്രിമാർ ഉൾപ്പെടെ നേതാക്കൾ പോലും അറിഞ്ഞത് ഈ വാർത്താ മാധ്യമങ്ങൾ വന്നതിനു ശേഷമായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന നീക്കം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതാണിപ്പോൾ മുന്നണിയിൽ ആ ഒരു പ്രതിസന്ധിയായി രൂപപ്പെട്ടിട്ടുള്ളത്.
അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വം. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ സിപിഎമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിലാണ് പരിപാടി. 3 പരിപാടി അദ്ദേഹം അവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. ആദ്യ പരിപാടി 11 മണിക്കാണ്. പക്ഷേ അതിനിടയിലും സംസ്ഥാന സെക്രട്ടറി ചേരാൻ സിപിഎം തീരുമാനമെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അവിടെ ചേരുന്നു. ആ എക്സിക്യൂട്ടീവ് ചേരുന്നത് സർക്കാരിൽ നിന്ന്, സിപിഎമ്മിൽ നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ മുന്നണിയുടെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന നിലപാടിന്റെ തീവ്രമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. അതിനു മുമ്പ് സിപിഐയുടെ നേതാക്കൾക്ക്, സിപിഐയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകർക്ക് ഒക്കെ വിശ്വസിക്കാൻ കഴിയുന്ന, അവർക്ക് ദഹിക്കാൻ കഴിയുന്ന ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് സിപിഐ പ്രതീക്ഷിക്കുന്നു. അതില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ അവർ നിർബന്ധിതമാകും. ഒരുപക്ഷെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന താല്പര്യം കുറവായിരിക്കാം. പക്ഷേ അങ്ങനെ 1-2 നേതാക്കളുടെ മാത്രം താല്പര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സിപിഐ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ നടപടി അവർ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി അവർ വിശ്വാസമർപ്പിക്കുന്നു. അതില്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സിപിഎമ്മുമായുള്ള ബന്ധം, അതും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ചകൾക്കപ്പുറം, ദിവസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകും. അത് മറികടക്കാനുള്ള ശ്രമമാകും ഇന്ന് സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത് സംസ്ഥാന സെക്രട്ടറി ചേരാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം ഈ ബിനോയ് വിശ്വം അടക്കം നേതാക്കളെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി കണ്ടേക്കും. ഇതിനകം തന്നെ ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് സമയം വേണം, അതായത് സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്, അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് അതുവരെ സിപിഐ കാത്തിരിക്കുമോ എന്നാണ് അറിയേണ്ടത്. സിപിഐയുടെ നേതാക്കളെല്ലാം ആലപ്പുഴയുണ്ട്. മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഉച്ചയോടുകൂടി ആലപ്പുഴ എത്താനാണ് സാധ്യത. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കെ സിപിഎമ്മിന്റെ അതിനിർണായക യോഗം രാവിലെ 10 മണിയോടുകൂടി AKG സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അവിടെ സിപിഐ അനുനയിപ്പിക്കാനുള്ള, സിപിഐ വിശ്വാസത്തിലെടുക്കാനുള്ള നടപടികൾ. കാരണം സിപിഐ അക്ഷരാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു എന്നൊരു പ്രതീതിയുണ്ട്. സിപിഐയുടെ 4 മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉള്ളതാണ്. ആ 4 മന്ത്രിമാരുടെ പ്രധാനമായും കെ രാജനാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഇതിൽ ആശങ്ക അറിയിച്ചത്. മാധ്യമങ്ങളിലൂടെ PMC പദ്ധതിയിൽ സർക്കാർ ഒപ്പിടാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്താണ് അതിന്റെ വസ്തുത? ഇത് ആശങ്കയുണ്ടാക്കുന്നു എന്ന കെ രാജന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ മറുപടി പറഞ്ഞില്ല. അത് തൊട്ടു പിന്നാലെ 2 ദിവസം കഴിയുമ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ട് PMC എന്ന ഇടതുപക്ഷം എക്കാലവും എതിർത്ത 2021 മുതൽ എതിർക്കുന്ന ആ കരാറിൽ ഒപ്പിട്ടു എന്ന വാർത്തയാണ് സിപിഐയുടെ മന്ത്രിമാർ അടക്കം അറിയുന്നത്. അതോടുകൂടി തന്നെയാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതെന്ത് സർക്കാരാണ്? ഇതാണോ ഇടതു സർക്കാർ എന്ന് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി, അതായത് മുന്നണിയെ നയിക്കുന്ന ഏറ്റവും വലിയ 2ാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതെന്ത് സർക്കാരാണ് എന്നൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പറ്റി ചോദിക്കുമ്പോൾ അത് സമാനതകളില്ലാത്ത മുന്നണി ബന്ധം വഷളായതിന്റെ തെളിവായി തന്നെ കാണണം. അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഈ അവസാന മണിക്കൂറുകളിൽ സിപിഎം നടത്തുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിക്കാണ്, വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിവ്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ചില നേതാക്കളൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി പറയാതെ അനങ്ങാത്തയാളാണ് വി ശിവൻകുട്ടി, മുഖ്യമന്ത്രി പറയാതെ ഒരു കാര്യവും ശിവൻകുട്ടി ചെയ്യില്ല. അങ്ങനെയുള്ള ശിവൻകുട്ടിയെ കരാറിൽ ഒപ്പിട്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് എന്ന് സിപിഐ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലാകും ഇനി മുഖ്യമന്ത്രി സിപിഐയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോവുക? ഏത് സാഹചര്യത്തിൽ ഒപ്പിടേണ്ടി വന്നു എന്ന കാര്യം ബോധ്യപ്പെടുത്തുമെന്ന് അറിയുക. അത് സിപിഐക്ക് വിശ്വാസമാകണം. മുഖ്യമന്ത്രിയെ സിപിഐ വിശ്വാസത്തിലെടുക്കണം. സിപിഐക്ക് വിശ്വസിക്കാൻ ഉതകുന്ന മറുപടി, ന്യായവാദങ്ങൾ മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും അവരെ അറിയിക്കാനും ഉണ്ടാകണം. അതാണ് ഇനി വേണ്ടത്. വളരെ ആശങ്കാജനകമായ, അല്ലെങ്കിൽ വളരെ രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആര്യ, തീർച്ചയായും വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും വളരെ നിർണായകമായ, ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മണിക്കൂറുകളാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരുമ്പോൾ അതേസമയം തന്നെ ആലപ്പുഴയിൽ ഇന്ന് സിപിഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുകയാണ് എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് അവിടെ ചേരുന്നുണ്ട്. ബിനോയ് വിശ്വം അടക്കം, പാർട്ടി സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ന് ആലപ്പുഴയിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഒരേ വേദിയിൽ പിണറായി വിജയനും ബിനോയ് വിശ്വവും എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ മുന്നണിയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുക എന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് സിപിഐ പോകുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ ഇവർ ഒരേ വേദിയിൽ എത്തുന്നു എന്നതിനപ്പുറം
ഇവരുടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയായി ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഏത് തരത്തിൽ ഈ നീക്കങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കാണണം. ഒപ്പം പിണറായി വിജയന്റെയും ബിനോയ് വിശ്വത്തിന്റെയും കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്? ഇന്ന് രാവിലെ 10:30 തോട്ടപ്പള്ളിയിലെ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി ആദ്യ പരിപാടിയിൽ പങ്കെടുക്കാനായി ആലപ്പുഴയിൽ എത്തുക. അതേസമയം തന്നെ ഇന്ന് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇവിടെ ആലപ്പുഴയിലേത് ഇന്നത്തേത് എന്നുള്ളതാണ്. കാരണം ഇന്ന് പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പുന്നപ്രയിലെയും വലിയ ചുടുകാട്ടിലെയും ദീപശിഖ പ്രയാണമായി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുന്ന വാരാചരണത്തിന്റെ സമാപന ദിവസമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നുള്ളതെന്നാണ്. രാവിലെ 10 മണിക്കാണ് ഇത്തരത്തിൽ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചടയൻമുറി ഹാളിൽ ഇന്ന് ഇവിടെ ആലപ്പുഴ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള നേതാക്കൻ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം എത്തും. അതിനു മുമ്പ് തന്നെ രാവിലെ പുന്നപ്രയിലെ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ ദീപശിഖ അത്ലറ്റുകൾക്ക് കൈമാറുന്ന പരിപാടികളുണ്ട്, ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനായി പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്കും ഒപ്പം തന്നെ എത്തും. ആ ഒരു പരിപാടിയാണ് ആദ്യ പരിപാടിയായി നടക്കുക. അതിനുശേഷം 10 മണിയോടുകൂടി എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ത് തീരുമാനം ഇതിനകത്ത് കൈക്കൊള്ളുമെന്നുള്ളതാണ്. കടുത്ത വിയോജിപ്പ് CPI അവർ പ്രത്യക്ഷത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം മന്ത്രി P. പ്രസാദ് അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഈ കരാറുമായി മുന്നോട്ട് പോകുന്നത് PMC-യുമായും മുന്നോട്ട് പോകുന്നത് കാവ്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ വരുത്താൻ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ ഇടവരുത്തുമെന്നുള്ള തുറന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത അതൃപ്തിയിലാണ് CPI മുന്നോട്ട് പോകുന്നത്. ഇന്ന് ചേരുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏത് രീതിയിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPIയെ അവർ അനുനയിപ്പിക്കും എന്നുള്ളത് വേണം വരും മണിക്കൂറുകൾ കാണാൻ. എന്തായാലും രാവിലെ ഉള്ള പരിപാടികളിലെല്ലാം, അതായത് ഇന്ന് രാവിലെ ആദ്യം നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനമാണ്. അത് കഴിഞ്ഞ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് കായംകുളത്തുണ്ട്. ഇത്തരം പരിപാടികളിലെല്ലാം പങ്കെടുത്ത ശേഷം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വയലാറിലെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വയലാറിൽ പൊതുയോഗമാണുള്ളത്. എല്ലാ വർഷവും പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ ഭാഗമായി സമാപനം നടക്കുന്നത് വയലാറിൽ നടക്കുന്ന പൊതുയോഗത്തിലാണ്. അതിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്മാർ പങ്കെടുക്കാറുണ്ട്. ഇന്ന് അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ വൈകിട്ട് ഒരേ വേദിയിലേക്ക് വരുന്നു. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകളും ഈ വേദിയിലേക്ക് വരുന്നു. അത് ഇന്ന് പകൽ മുഴുവൻ ആലപ്പുഴയിൽ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സമയങ്ങൾക്കുള്ളിൽ എന്ത് ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം CPI അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു തീരുമാനം ഉണ്ടായാൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ജില്ലയിലുള്ള പശ്ചാത്തലത്തിൽ ഇരുവരും തമ്മിൽ അതിന് മുൻപ് തന്നെ, അതായത് വൈകിട്ടത്തെ പരിപാടികൾ കാണുന്നതിന് മുമ്പ് തന്നെ കൂടിക്കാഴ്ച ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. 10 മണിക്ക് CPI എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് യോഗത്തിലേക്ക് അവർ പോകും. അതിനുശേഷം അവരുടെ ഒരു നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകാരികമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ത് നിലപാട് CPI എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ആലപ്പുഴയിൽ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാകും. 10 മണിയോടുകൂടി യോഗത്തിൽ പങ്കെടുക്കും. ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ആലപ്പുഴയിലേക്ക് ഉടൻ എത്തിച്ചേരുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനു മുൻപ് തന്നെ പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി വലിയ ചുടുകാട്ടിലേക്കും ഈ രാവിലെ തുടങ്ങുന്ന ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനായി നേതാക്കന്മാർ എത്തും. ഭവ്യ. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശരണ്യ, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട് നമുക്ക് മുന്നിൽ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുക്കില്ല. വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാർ ദീപശിഖ കൈമാറിയ ശേഷം സുധാകരൻ ദീപശിഖ പ്രയാണത്തെ അനുഗമിക്കും. വയലാറിൽ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത ശേഷം വൈകുന്നതിനാൽ പങ്കെടുക്കാനാകില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നാലുചിറ പാലം ഉദ്ഘാടനം രാവിലെ 10:30 ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇതിപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം G. സുധാകരൻ എത്തുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയമായി ഏത് തരത്തിൽ ചർച്ച ചെയ്യപ്പെടും?
ഇത് വളരെ ഇന്ന് നടക്കുന്ന പരിപാടികളിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ട് എന്നുള്ളത് ആര്യ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ പുന്നപ്ര വയലാറിന്റെ വാരാചരണ പരിപാടി അവസാനിക്കുന്നത് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ, വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം, അതായത് ഇവിടുത്തെ പ്രധാന നേതാക്കന്മാർ, ഇതിനു മുൻപ് VS അച്യുതാനന്ദനായിരുന്നു ഈ ദീപശിഖ കൈമാറിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ VS സുഖമില്ലാതായതിനു ശേഷം ആലപ്പുഴ ജില്ലയിൽ നിന്ന് G സുധാകരനാണ് അത്ലറ്റുകൾക്ക് ഈ ദീപശിഖ കൈമാറുകയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ എല്ലാം തന്നെ ഈ അത്ലറ്റ് ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചുകൊണ്ട് വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിലൂടെ കടന്ന് അത് വയലാറിലേക്ക് എത്തി അവിടെ ആ ദീപശിഖ ആ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ സ്ഥാപിച്ച ശേഷം അവിടെ പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രയാണം പൂർത്തീകരിക്കുന്നത്. ഇവിടെ നിന്ന് വയലാർ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ നിന്നും അത്തരത്തിൽ ദീപശിഖ കൈമാറുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഈ ദീപശിഖ പ്രയാണത്തെ അനുഗമിക്കേണ്ടതുണ്ട്. അവർ വയലാറിലെത്തി അവിടെ പുഷ്പാർച്ചനയും നടത്താറുണ്ട്. ആ ഒരു പരിപാടി രാവിലെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ദീപശിഖ കടന്നു പോകുന്ന വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിലൂടെ അഭിവാദ്യങ്ങൾ, അതായത് പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ പലയിടങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അതിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കൃത്യസമയത്ത് ഈ പരിപാടിയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് അത്ലറ്റുകൾക്ക് ദീപശിഖ കൈമാറുന്നത് മുതിർന്ന നേതാവായ G സുധാകരനാണ്. അതുകൊണ്ട് തന്നെ G സുധാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ആദ്യം സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ചില ചർച്ചകളും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പുന്നപ്ര വയലാർ അനുസ്മരണം അല്ലെങ്കിൽ വയലാർ രക്തസാക്ഷി വാരാചരണത്തിന്റെ ഈ ദിവസം മറ്റ് പരിപാടികൾ, അതായത് മറ്റ് പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നും തന്നെ ജില്ലയിൽ വെക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന ആ അമ്പലപ്പുഴ മണ്ഡലത്തിൽ രാവിലെ 10:30 ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി പ്രയാണത്തെ, ആ ജാഥയെ അനുഗമിക്കേണ്ട പ്രവർത്തകർ ഈ പരിപാടിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. പാർട്ടി അമ്പലപ്പുഴയിലെ ഏരിയ നേതൃത്വങ്ങൾ, പാർട്ടി നേതാക്കന്മാർ, CPM ജില്ലാ സെക്രട്ടറി, CPI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വെച്ചാണ് നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരിപാടി, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാവുമ്പോൾ സ്വാഭാവികമായും എല്ലാ ലോക്കൽ കമ്മിറ്റികൾ വഴിയും അറിയിപ്പ് നൽകി പ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ആ പരിപാടി പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ അമ്പലപ്പുഴയിൽ നിന്നും അനുഗമിക്കേണ്ട പാർട്ടി പ്രവർത്തകർ, രക്തസാക്ഷി മണ്ഡപം അടക്കം നിലനിൽക്കുന്ന പ്രദേശത്തെ അനുഗമിക്കേണ്ട പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് കൂടി സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു പരിപാടി സാധാരണഗതിയിൽ ഇന്ന് വരെ ആലപ്പുഴയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 3 പരിപാടികളുണ്ട്. ആ രാവിലെ തന്നെ ആ പ്രയാണം കടന്നു പോകുന്ന സമയത്ത് വയലാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ പരിപാടികളിലേക്ക് പ്രവർത്തകർക്ക് പോകേണ്ടി വരുന്നു. അനുഗമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഇത് സാധാരണ രീതിയല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യത്യസ്തത കൂടി ഇതിനകത്തുണ്ട് എന്നത് പറയാതെ പോകാൻ കഴിയില്ല. എന്തായാലും G സുധാകരൻ, നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് G സുധാകരൻ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ടുള്ള ഒരു നോട്ടീസ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലപ്പുഴയിൽ ഉൾപാർട്ടി പോര് വളരെ രൂക്ഷമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. G സുധാകരനെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിന് മറുപടിയായി വളരെ പരസ്യമായി തന്നെ G സുധാകരൻ മറുപടി പറയുന്നതോടെ ഈ പരസ്പരമുള്ള ഈ പ്രകോപനങ്ങൾ വലിയ തലവേദന, പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം കഴിഞ്ഞ ദിവസം ഇത്രയും വർഷങ്ങളില്ലായിരുന്ന രീതിയിൽ G സുധാകരന്റെ പേര് കൂടി വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രം കൂടി വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് അച്ചടിച്ച് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നലെ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം അമ്പലപ്പുഴ നിന്നും H സലാം തന്നെ നേരിട്ട് എത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നോട്ടീസ് നൽകാൻ എത്തിയ ഘട്ടത്തിലും G സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല. നേരിട്ടൊരു ക്ഷണം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ പരിപാടിയിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വയലാറിലെ ഈക്കുള്ള ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ കൈമാറേണ്ട ആൾ G സുധാകരനാണ്, അതിനെ അനുഗമിക്കേണ്ട ആൾ G സുധാകരനാണ്. അപ്പോൾ ഈ പരിപാടികൾ രണ്ടും ഒരേ സമയത്ത് വന്നതിനെ സംബന്ധിച്ചുള്ള അതിർത്തിയും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം
അതായത് അമ്പലപ്പുഴ തോട്ടപ്പള്ളി LC പുറത്തിറക്കിയ ഒരു പോസ്റ്ററും വിവാദമായിട്ടുണ്ട്. ആ പോസ്റ്ററിനകത്ത് പൊതുമരാമത്ത് വകുപ്പ് സർക്കാർ ഇറക്കിയ പോസ്റ്ററിന് വിരുദ്ധമായി ജി സുധാകരന്റെ ചിത്രം നീക്കം ചെയ്ത ഒരു പോസ്റ്റർ പുതിയതായി ഇറക്കി എന്നുള്ളതാണ്. അതിൽ ധനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ജി സുധാകരന്റെ ചിത്രം മാറ്റി അതിനകത്ത് ചേർക്കുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള പ്രകോപനങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള പ്രകോപനങ്ങൾ ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് പാർട്ടി നേതൃത്വം ഈ വിഷയങ്ങളെ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടൊരു പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വഴിയിൽ ജില്ലയിൽ തന്നെ ആ പ്രകോപനങ്ങൾ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജി സുധാകരന്റെ തീരുമാനം ഇന്ന് ഇവിടെ നിന്ന് നൽകുന്ന ദീപശിഖ പകർന്നു നൽകിയ ശേഷം ആ ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചുകൊണ്ട് വയലാറിലെത്തി വയലാറിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് ദീപശിഖ കൈമാറുന്ന ആൾ ചെയ്യേണ്ട രീതിയുമാണ്. ആ രീതിയിൽ തന്നെ പാർട്ടി രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ്, ശരണ്യ സ്നേഹിതനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ തീയതി പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 4:15 വിഗ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജ ഷാമാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ തീയതിയുടെ കാര്യങ്ങളിലൊക്കെ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗുഡ് മോർണിംഗ് ആര്യ. കേരളത്തിൻ്റെ ആവശ്യം നിലവിൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന സൂചനകളാണ് വരുന്നത്. നേരത്തെ ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി SIR നടപ്പാക്കുമെന്ന ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതടക്കമുള്ള 10 മുതൽ 15 വരെ സംസ്ഥാനങ്ങളിൽ ആയിരിക്കും ആദ്യഘട്ടത്തിൽ SIR നടപ്പാക്കുക എന്നായിരുന്നു അറിയിച്ചിരുന്നത്. 2026 തെരഞ്ഞെടുപ്പ് വരുന്നതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ 5 സംസ്ഥാനങ്ങൾ, കേരളം, അസം, ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ SIR നടപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനോടൊപ്പം പുതുച്ചേരിയുമുണ്ട്. ആ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള ഷെഡ്യൂൾ ആയിരിക്കും ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കുക. അതിനാണ് ഇന്ന് വൈകിട്ട് 4:15 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴും വരുന്ന സൂചനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളം ഈ SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ ആവശ്യം നിലവിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ ഒരു യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന് ശേഷം ഇവർ ഓരോരുത്തരുമായിട്ട് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് അധികാരികളുമായി പ്രത്യേകം 1-to-1 മീറ്റിങ്ങുകളും നടന്നതായി വിവരമുണ്ട്. ഈ മീറ്റിങ്ങുകൾക്കൊക്കെ ശേഷമാണ് ഇന്ന് ഇങ്ങനെയൊരു തീയതി പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപനത്തിലേക്ക്. ആ ഷെഡ്യൂൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ജനുവരി അവസാന വാരമോ ഫെബ്രുവരി ആദ്യമോ ഈ പുതുക്കിയ പട്ടിക പ്രഖ്യാപിക്കുന്ന തരത്തിലായിരിക്കും ഈ ഷെഡ്യൂൾ എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. 2 മുതൽ 3 മാസം വരെ സമയമെടുത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബീഹാറിലാണ് ആദ്യം SIR പ്രഖ്യാപിച്ചത്. ബീഹാർ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ SIR പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പ്രധാനമായും മരിച്ചുപോയവർ, സ്ഥലം മാറിയവർ, ഇരട്ട വോട്ടുള്ളവർ, ഇങ്ങനെ 69 ലക്ഷം വോട്ടുകളായിരുന്നു ബീഹാറിൽ പട്ടികയിൽ നിന്ന് മാറിയത്. ഇത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ്, വോട്ടർ പട്ടികയിൽ BJPക്ക് അനുകൂലമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആരോപിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് അവർ ലക്ഷ്യമിടുന്നത്. കൃത്യമായ വോട്ടർമാർ, കൃത്യമായ വോട്ടുകൾ ഇതായിരിക്കണം തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് SIRലേക്ക് രാജ്യം ഒട്ടാകെ പോവുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 5 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ, ഈ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള പട്ടികയായിരിക്കും ഇന്നിപ്പോൾ, അതിൻ്റെ ഷെഡ്യൂളായിരിക്കും ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുക എന്നതാണ് കരുതുന്നത്. SIRനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയത് നമുക്കറിയാം. രേഖകൾ ഇല്ലെന്നതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു കേരളത്തിൻ്റെ ന്യായം. ഇത് മൗലികാവകാശത്തെ ഹനിക്കുന്ന നടപടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെയായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ
അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അറിയേണ്ടത് 2002 കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുള്ളത്. 2002 ആ പട്ടിക പ്രകാരമായിരിക്കും, അത് അടിസ്ഥാന രേഖയായി കണക്കാക്കിക്കൊണ്ടായിരിക്കും കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ ഒരു പൗരത്വ രേഖയായി പരിഗണിക്കില്ല, മറിച്ചൊരു തിരിച്ചറിയൽ രേഖയായി മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന 11 രേഖകളുണ്ട് പൗരത്വത്തിന് മാനദണ്ഡമായി. ആ 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്കായിരിക്കും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൗരത്വ രേഖയായി പരിഗണിക്കപ്പെടുക, മറിച്ച് ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമായിരിക്കും. എന്തായാലും രാജ്യമൊരു പുതിയ ഘട്ടത്തിലേക്ക്, ബീഹാറിന് പിന്നാലെ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ 5 സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിച്ചു. യെസ്, ശ്രീജ ശ്യാമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ SIR നടപ്പാക്കുന്നതിന്റെ ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളതാണ്. പക്ഷേ കേരളം മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ SIR നടപ്പാക്കുന്ന തീയതി നീട്ടിവെക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടം വരെയും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മൺദ ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും. ഒഡീഷ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MS ഹരികൃഷ്ണനാണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. ഇന്നും അതിശക്തമായ മഴയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, അല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെ പറയേണ്ടി വരും. വളരെ ശക്തമായ മഴ തന്നെ ഇന്ന് പെയ്യാനാണ് സാധ്യത. പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് മന്ദ ചുഴലിക്കാറ്റായിട്ട് മാറും. നാളെ വൈകുന്നേരമോ രാത്രിയോടുകൂടി തന്നെ അത് കർണാടകയിലെ കാക്കിനടയിൽ തീരത്തടിയാനാണ് സാധ്യത. അത് ശക്തമായ രീതിയിൽ തീരത്ത് വീശും. അതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകൾ ഇവയാണ്: ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്. ഈ ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വളരെ തീവ്രമായ മഴ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ 205.5 മില്ലിമീറ്റർ മഴ വരെ ഇന്ന് പെയ്യാനുള്ള സാധ്യതയുണ്ട്. മില്ലിമീറ്റർ മഴ വരെ ഇന്ന് പെയ്യാൻ സാധ്യതയുണ്ട്. ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ 115.5 മില്ലിമീറ്റർ മഴ വരെ ഇന്ന് ബാക്കിയുള്ള ജില്ലകളിലും പെയ്യാനാണ് സാധ്യത. ബാക്കിയുള്ള 7 ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് ലഭിച്ച ജില്ലകളിൽ നാളെ പ്രത്യേകിച്ച് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. നാളെ വീണ്ടും തെക്കിലേക്ക് മഴ വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തൊന്നും യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നത്തെ ദിവസത്തേക്ക്. പക്ഷേ നാളെ യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിലെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് കൂടി എടുത്തു പറയേണ്ടി വരും. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൂടിയുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ മഴയും കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ തീരദേശവാസികളോട് ശക്തമായ രീതിയിൽ ജാഗ്രത പുലർത്താൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്നുള്ള ഒരു കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില ദിവസങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും കൂടി കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും തുലാമാസമാണ്, അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇന്ന് കാര്യമായ മഴ പെയ്യില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ നാളെയോടുകൂടി മന്ദ ചുഴലിക്കാറ്റ് വീശുന്നതോടുകൂടി, നാളെ തന്നെ തീരത്തോട് വീശുന്നതോടുകൂടി തന്നെയാണ് വീണ്ടും കൂടുതൽ ശക്തിയുള്ള രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യത കേരളം ഒട്ടാകെ തന്നെ നാളെ പ്രതിഫലിക്കാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അതെ, ഇന്ന് വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയുടെ പ്രവചനമുള്ളത്. അതേസമയം തന്നെ ഈ മൺദ ചുഴലിക്കാറ്റ് നാളെ തീരം തൊടുന്ന സാഹചര്യത്തിൽ ഒഡീഷ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം അതിന്റെ പ്രഭാവമായി തന്നെ കേരളം ഒട്ടുക്ക് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടിയാണ് പ്രവചിക്കുന്നത്. MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, മിനിഞ്ഞാന്ന് രാത്രിയാണ് ആ ഒരു വലിയ ദുരന്തം അടിമാലിയിൽ ഉണ്ടായത്.
ബിജു എന്ന ഗൃഹനാഥന്റെ ജീവനെടുത്ത വലിയ മണ്ണിടിച്ചിൽ ദുരന്തം. അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ജിയോളജി, റവന്യൂ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം തയ്യാറാക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. VK സ്റ്റാലിൻ ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. സ്റ്റാലിൻ, ഇന്ന് നിർണായകമായ പരിശോധനകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ദേശീയപാത വിഭാഗമുണ്ട്, NHI ദേശീയപാത വിഭാഗം, അതോടൊപ്പം തന്നെ മൈനിങ് ആൻഡ് ജിയോളജി, അത് ഹസാർഡ്സ് അനലിസ്റ്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള വലിയ ഒരു ടീമിനെയാണ് സർക്കാർ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് പരിശോധന നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്ന് കാലാവസ്ഥ ഇന്നലെ പോലെയല്ല, ഇന്ന് കാലാവസ്ഥയ്ക്ക് കുറച്ച് മാറ്റമുണ്ട്. ഇന്ന് രാവിലെ മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുരന്ത പ്രദേശങ്ങളിലെ പരിശോധനകൾ മഴ ശക്തമായാൽ, മഴ പെയ്താൽ എത്രമാത്രം നടത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രദേശത്തു നിന്നുള്ള 42 കുടുംബങ്ങളെ ഇപ്പോൾ ആകെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടാണ് വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനായത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ബാക്കിയുള്ള 22 കുടുംബങ്ങളെ കൂടി അവിടെ നിന്നും അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കാര്യമായി തന്നെ അവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുരോഗമിച്ചിട്ടുണ്ട്. ആര്യ, സ്റ്റാലിനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചൈനയ്ക്ക് മേൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി US. ആസിയാൻ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രതിനിധികൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു തീരുമാനം. ചൈനയുമായി ഉടൻ വ്യാപാര കരാറിൽ എത്തുമെന്ന് ട്രംപും സ്ഥിരീകരിച്ചു. A good deal with China, and they want to make a deal, and we want to make a deal. We've agreed to meet. We're going to meet then later in China, and we're going to meet in the U.S. in either Washington or at Mar-a-Lago, Palm Beach. So, I think, a lot of these talks, when we meet, we've done a lot of discussions before we meet. We've done discussions with Brazil. So I think we're going to end up having a good deal for both countries. I think with China that's going to happen, and we have other deals. We have Japan, we have South Korea, we have a lot of meetings, but people seem to be very interested in China. I think we're going to have a very fair meeting with China. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, നമുക്കറിയാം ഇന്ത്യക്ക് മേൽ സ്വീകരിച്ച പോലെ ഒരു കടുത്ത നടപടിയല്ല തുടക്കം മുതൽ തന്നെ ഈ തീരുവ യുദ്ധത്തിൽ ചൈനയ്ക്ക് മേൽ US സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ചൈനയ്ക്ക് മേൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു. മാത്രമല്ല, വ്യാപാര കരാർ കൂടുതൽ ശക്തമാക്കുകയാണ്. തിരക്കിട്ട നീക്കങ്ങൾ ആ കാര്യത്തിൽ നടക്കുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും ആര്യ, ഈ ചൈനയുമായിട്ടുള്ള ബന്ധം അത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു തോതിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റെയർ എർത്ത് എലമെന്റ്സ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്, ഇതൊന്നും അമേരിക്കയ്ക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ ഒരു അമേരിക്ക ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഉൾപ്പെടെയുള്ള കയറ്റുമതി അത് ചൈന നിർത്തിവെച്ചു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചതിനെ തുടർന്നാണ് ഈ ചൈനയ്ക്ക് മേൽ 100% തീരുവ അത് നവംബർ 1 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 155% തീരുവ നവംബർ 1 മുതൽ ചൈനയ്ക്ക് മേൽ ചുമത്തും എന്നൊരു ഭീഷണി അമേരിക്ക ഉയർത്തുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പതിയെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിന് ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതി മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അത് അമേരിക്കയിലുള്ള ഈ സോയാബീൻ കർഷകരുടെ പ്രതിഷേധമാണ്. അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് ചൈന പൂർണ്ണമായി നിർത്തും എന്നൊരു തീരുമാനം ഇടയ്ക്കെടുത്തിരുന്നു. അത് ഈ തീരുവ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഈ ഭീഷണിയെ തുടർന്നാണ് ചൈന ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അമേരിക്കയിൽ നിന്ന് ഇനി സോയാബീൻ വാങ്ങില്ല എന്നൊരു തീരുമാനം ചൈന എടുത്തത്. ഇത് തീർച്ചയായിട്ടും ഇത് അമേരിക്കയിലുള്ള സോയാബീൻ കർഷകരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവർ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന വിഷയമായിരുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിനിടെ എതിരെ വലിയൊരു പ്രതിഷേധമായിട്ട് എല്ലാം അവർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അടുത്തിടെ നടന്ന നോ കിങ്സ് പ്രൊട്ടസ്റ്റിൽ ഉൾപ്പെടെ അവർ പങ്കാളികളായത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ US വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നതോടെയാണ് ഈ ചൈനയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു രീതിയിൽ അമേരിക്ക മുന്നോട്ട് വന്നത്. ഈ ഒരു ആസിയാൻ
ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഈ US പ്രതിനിധികളും അതുപോലെ തന്നെ ചൈനയുമായിട്ട് ചർച്ച നടന്നിരുന്നു. ഇന്നലെ ഈ ചർച്ചയ്ക്ക് ശേഷം ജാമിസൺ ഗ്രീർ എന്ന US-ന്റെ പ്രതിനിധി, അദ്ദേഹം ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചൈനയുമായി നല്ല രീതിയിലൊരു ചർച്ച നടന്നു. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് അവർ തമ്മിലുള്ള മീറ്റിംഗ് ഇനി വ്യാഴാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം തങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഒരുക്കി വെച്ചു എന്നാണ് ഈ ചൈനീസ് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം US-ന്റെ പ്രതിനിധി ജാമിസൺ ഗ്രീർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഇന്നും ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് US-ന്റെ സാമ്പത്തിക സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റ്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം ശ്രദ്ധേയമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ചൈനയ്ക്ക് മേൽ 100% തീരുവ പ്രഖ്യാപിക്കും എന്നുള്ളത് അതൊരു പഴയ വാർത്തയാണ്. ഇപ്പോൾ പുതുതായിട്ട് ചൈനയുമായിട്ടുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങൾ നിലവിൽ ഒരു തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്താനായിട്ട് തങ്ങൾ ആലോചിക്കുന്നില്ല എന്നാണ് US-ന്റെ സാമ്പത്തിക സെക്രട്ടറി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ട്രംപും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹം ദോഹയിൽ വെച്ച് വിമാനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞിരുന്നത് ചൈനയുമായിട്ട് ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഷീ ജിൻപിങ്ങിനെ ഞാൻ ഉടനെ തന്നെ കാണും, നല്ല രീതിയിലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം ബ്രസീലുമായി ചർച്ച നടത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ചൈനയുമായിട്ടും തങ്ങൾ നല്ലൊരു ബന്ധത്തിലേക്ക് ഉടൻ തന്നെ എത്തും, തങ്ങൾ ചൈനയുമായിട്ട് ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ ആഗ്രഹം ചൈനയ്ക്കുമുണ്ട്, ചൈനയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചൈനയും തങ്ങളുമായിട്ട് സഹകരണത്തിൽ വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുൾപ്പെടെ ഒരു ബന്ധം മയപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടുന്നു എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഒന്ന് നിലപാട് മയപ്പെടുത്തി അനുനയിപ്പിച്ചു പോകാനാണ് അമേരിക്ക ചൈനയുടെ കാര്യത്തിൽ ശ്രമിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അജയ് സുധാ ബിജു ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. അജയ് തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ബന്ദികളുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കി ഹമാസ്. ഈജിപ്ത് അത്യാധുനിക ഉപകരണങ്ങളും ദൗത്യ സംഘത്തെയും കൈമാറി. 48 മണിക്കൂറിനുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറണമെന്ന് ട്രംപ് ശനിയാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു. ഇനി 13 മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകാനുള്ളത്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. അജയ്, ഈ സമാധാന കരാറിലേക്ക് എത്തുമ്പോൾ ആദ്യമായി പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ദി മോചനമാണ്. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഹമാസിന്റെ ആവശ്യം. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക, കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആവശ്യം. അപ്പോൾ ഈ നീക്കത്തിലേറെ പ്രധാനപ്പെട്ടതാണിത്. പക്ഷേ ഇനിയും 13 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ട് ഹമാസ്. എവിടെയാണ് ഹമാസിന് ഒരു പ്രതിസന്ധി നേരിടുന്നത്? ആര്യ, നമുക്കറിയാം ഈ ഒരു ഇസ്രായേലും അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ, ഈ ആക്രമണത്തെ തുടർന്ന് ഗാസ പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. ഇവിടെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹമാസ് ഈ തടവിലാക്കിയ ബന്ദികളിൽ പലരുടെയും മൃതദേഹങ്ങൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ പലയിടത്തുമായിട്ട് ഇവരുടെ മൃതദേഹങ്ങളുണ്ട്. ഇവ വീണ്ടെടുക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഹമാസ് നേരിടുന്നു എന്ന് തുടക്കത്തിൽ തന്നെ ഹമാസ് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഈ സമാധാന കരാർ പ്രകാരം ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമായി, അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള എല്ലാ ബന്ദികളുടെയും കൈമാറ്റം ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കണമെന്നായിരുന്നു ഈ സമാധാന കരാറിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. എന്നാൽ അന്ന് തന്നെ ഹമാസ് പറഞ്ഞിരുന്നതാണ് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ തങ്ങൾ കാലതാമസം നേരിടുന്നു എന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടു നൽകി. അതുപോലെ തന്നെ മരിച്ച ബന്ദികളുടെ 15 മൃതദേഹങ്ങളാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ വിട്ടു നൽകിയത്. ഇനിയും നിരവധി മൃതദേഹങ്ങൾ അവർക്ക് ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇസ്രായേൽ അധികൃതരെല്ലാം കടുത്ത പ്രതികരണം തന്നെയാണ് നടത്തിയത്. ഹമാസ് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നു. അതുപോലെ തന്നെ ഹമാസ് വിട്ടു നൽകിയ ചില ബന്ദികളുടെ മൃതദേഹങ്ങൾ അത് മാറിപ്പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ ബന്ദികളുടെ മൃതദേഹത്തിന് പകരം മറ്റ് ആളുകളുടെ മൃതദേഹങ്ങളാണ് ഇവർക്ക് വിട്ടു നൽകിയത്. അത്തരം ചില കാര്യങ്ങളും കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരുന്നു. എന്നാൽ ഹമാസ് ആദ്യം മുതലേ പറഞ്ഞിരുന്നത് ഈ തങ്ങൾക്ക് പുതിയ അത്യാധുനിക ഉപകരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ തെരച്ചിൽ വ്യാപകമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ അടുത്തുള്ള മറ്റ് അറബ് രാജ്യങ്ങളായിട്ടുള്ള ഈ ഖത്തർ അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഉപകരണ
ഉപകരണങ്ങൾ വിട്ടു നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഉപരോധം ഇത് കാരണമാണ് ഈ ഉപകരണങ്ങൾക്ക് അകത്തേക്ക് വരാൻ സാധിക്കാതിരുന്നത്. അതുമാത്രമല്ല, കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം, പല സ്ഥലങ്ങളിലും തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെയുള്ള താമസ സൗകര്യങ്ങൾ അത് വീണ്ടും സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ ഉപകരണങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്. ഇവയും ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറല്ലായിരുന്നു. ഇസ്രായേലിന്റെ ഉപരോധമുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഈജിപ്തിൽ നിന്നിട്ടുള്ള ചില ഉപകരണങ്ങൾ അത് ഗാസയിലേക്ക് കടന്നു പോകാനായിട്ട് ഇസ്രായേൽ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് അവരുടെ പ്രത്യേക ഉപകരണങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘത്തെയും ഈ തെരച്ചിലിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഈ ഒരു മറുപടിയായിട്ട് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ ഹമാസിന് വിട്ടു നൽകിയിട്ടുള്ളത് 195 പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ്. ഇതിൽ പലതും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നൊരു പ്രതിസന്ധിയും കൂടി ഇതിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. ആര്യ, അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു. കൊൽക്കത്തയിൽ നിന്ന് ഗ്യാങ്ഷുവായിലേക്കായിരുന്നു ആദ്യ വിമാനം. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇത് യാത്ര തിരിച്ചത്. നവംബർ 9 മുതൽ ഡൽഹിയിൽ നിന്ന് ഷാങ്ഹായിലേക്ക് വിമാന സർവീസ് തുടങ്ങും. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഈ സർവീസ് ഉണ്ടാവുക. ക്വാലാലംപൂരിലെ ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കണ്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. മാർക്കോ റൂബിയോയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയായതായും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക. ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കെതിരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നാളെയും OP ബഹിഷ്കരിച്ച് സമരം നടത്തും. റിലേ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ OP ബഹിഷ്കരണ സമരത്തിന്റെ തുടർച്ചയായാണ് നാളത്തെ സമരം. വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും. നവംബർ 5, 13, 21, 29 തീയതികളിലും സമരം തുടരും. ഈ ദിവസങ്ങളിൽ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങിയ അടിയന്തര വിഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോട്ടയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം. MC റോഡിൽ കുറുവിലങ്ങാടാണ് സംഭവം. കണ്ണൂർ പേരാവൂർ സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ് മറിയുകയായിരുന്നു എന്നാണ് നിഗമനം. കണ്ണൂർ കൊട്ടിയൂരിൽ ചരക്ക് ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറാണ് മരിച്ചത്. പാൽച്ചുരം റോഡിലാണ് അപകടം. ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30 അപകടം. അപ്പോൾ രാവിലെയിൽ ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിന്റെ സമയമാണ്. നമുക്ക് സ്പെഷ്യൽ ഡേ ആരുടെയൊക്കെയാണ് എന്ന് നോക്കാം. കാരക്കോടത്തെ സാവിയോ പ്രകാശിന്റെ ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ചേച്ചി സിയോന പ്രകാശ്, നിയ, അബി, അനു, ഷാനു, ജിനി എന്നിവരാണ്. അപ്പോൾ സാവിയോ മോന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പാലക്കാട് വീഡിയോ ജേർണലിസ്റ്റായ പ്രജിത് കോങ്ങാടിന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ലിജിയും മകൻ അനശ്വറും ഒപ്പം ഞങ്ങൾ എല്ലാവരും ന്യൂസ് 18 കുടുംബം ഒന്നാകെ പ്രജിത്തേട്ടന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ കോഴിക്കോട് വീഡിയോ ജേർണലിസ്റ്റായ PV വിനോദ് കുമാറിന്റെയും അമൃതയുടെ മകൻ ശ്രീധ്രുബിന്റെ ജന്മദിനം കൂടിയാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ചേച്ചി ഭദ്രയും മാമി സുധാ ഹരികുമാറും ചേർന്നാണ്. അപ്പോൾ ശ്രീധ്രുബ് മോന് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ.
പൂവച്ചൽ സ്വദേശിയായ അഫ്നാന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ജിഹാസ് പൂവച്ചലാണ്. അപ്പോൾ അഫ്നാന് ന്യൂസ് 8ന്റെ ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ.